സാന്ത്വനത്തിന് വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം. അനുശ്രീ കോളേജിലോട്ട് പോവാണെന്നും പറഞ്ഞ് അലോഹിന്റെ കൂടെ സിനിമയ്ക്കായിരിക്കും പോയിരിക്കുക. ആനന്ദ് അവിടെ വെച്ച് പിടിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നു. ബാലനോടും ഗോമതിയോടും വീട്ടിലുള്ള എല്ലാവരോടും നടന്നതെല്ലാം പറയാ. ഇത് കേട്ട് സഹിക്കാനാവാതെ ഗോമതി അനുവിനിട്ട് നല്ല കണക്കിന് അടി കൊടുക്കുന്നുണ്ട്. ബാലനാണെങ്കില് ഒരക്ഷരം പോലും ആരോടും സംസാരിക്കാതെ സങ്കടത്തിലിരിക്കുന്നുണ്ട്. പലതവണ അനു പറയുന്നുണ്ട്, ഇനി ഞാൻ ഒരിക്കലും അവനുമായിട്ട് കാണാനോ സംസാരിക്കാനോ പോവില്ല, നിങ്ങൾ എനിക്ക് മാപ്പുതാ എന്നൊക്കെ അച്ഛനോടും ഏട്ടന്മാരോടും അമ്മയോടും പറയുന്നു. പൊട്ടിക്കരയുന്നുണ്ട് അനു. എന്നാലും ഗോമതി തല്ല് നിർത്തുന്നുണ്ടായിരിക്കില്ല. ഇടയ്ക്കും തലയ്ക്കുമായിട്ട് നല്ല കണക്കിന് കൊടുക്കുന്നു. അലോഹ് കൊടുത്ത സമ്മാനങ്ങളെല്ലാം ഗോമതി കണ്ടെത്തുന്നുണ്ട്. ഡ്രസ്സും ഫോട്ടോയും അതുപോലെ പാദസരവും സ്വർണമോതിരവും ഒക്കെ കൊടുത്തു കാണും. ഇതൊക്കെ കണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ബാലൻ ഇരിക്കുന്നത്. എന്നാ അച്ഛൻ എന്നോട് ക്ഷമിക്കച്ച, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ എന്നൊക്കെ അനു വന്ന് പറയുന്നുണ്ട്. അതോടുകൂടി ബാലന്റെ ബോധം പോകുന്നുണ്ട്. എല്ലാവരും ചേർന്ന് ബാലനെ എടുത്തുപൊക്കി മുഖത്ത് വെള്ളമൊക്കെ തളിക്കുന്നു. വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. കണ്ടോടി, നിന്നെ എത്രമാത്രം സ്നേഹിച്ചതാ ബാലേട്ടൻ. നിന്നെ വിശ്വസിച്ചതിന് ഞങ്ങൾക്ക് തന്നതല്ലേടി നീ ഇത്. അവനെപ്പോലെ ഒരുത്തന്റെ കൂടെ നീ എങ്ങനെയാടി സിനിമയ്ക്കൊക്കെ പോയത്? അവന്റെ സ്വഭാവം നിനക്ക് അറിയുന്നല്ലേ? നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നവരാ അവര്. കുട്ടിക്കാലം തൊട്ടേ നീ കാണുന്നതല്ലേ? എന്നിട്ടും നീ എന്തിനാടി ഇങ്ങനൊരു കാര്യം ചെയ്തത്? അമ്മേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, എന്നോടമ്മ ക്ഷമിക്ക്. നിന്നോട് ക്ഷമിക്കാനോ? വീണ്ടും തല്ലാനായിട്ട് പോകുമ്പോ മിത്രയും ദേവിയൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കൃഷ്ണമംഗലം ആയിരിക്കും. അവിടെ അച്യുതനും അലോഹും പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത്. ഇതൊക്കെ നടന്നത് വെച്ച് നോക്കുമ്പോ അനന്തന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. അച്യുതൻ കൂടെ കൂട്ടു നിന്നിട്ടാണ് അലോഹിനോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞതെന്ന്. അലോഹിനോട് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും ആ കുട്ടിയെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ അവളെ കൊണ്ട് സിനിമയ്ക്ക് പോയതും അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തൊക്കെ? അത് പിന്നെ എനിക്ക് അവരെ വീട്ടുകാരോട് ദേഷ്യമുണ്ട്, അതറിയുന്നല്ലേ വല്യച്ഛന്. മിത്രയെ കൊണ്ട് ആരും പോയില്ലേ? അതുപോലെ അവർക്കിട്ടിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി തന്നെയാ ഞാൻ അവളെ സ്നേഹിച്ചത്. ഇത് കേൾക്കുന്നതും ആങ്ങി ഓങ്ങി ഒരെണ്ണം അനന്തം കൊടുക്കുന്നുണ്ട്. ഏട്ടനെന്തിനാ അവനെ തല്ലിയത്? ഇങ്ങനൊരു കാര്യം പറഞ്ഞ അവനെ പിന്നെ തല്ലാതെ? നിനക്ക് പെണ്ണ് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് നീ ആ കുട്ടിയെ സ്നേഹിച്ചതാണോ? അമ്മ പറയുന്നുണ്ട്, അലോഹെ, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ പാപാ. എന്തിനാടാ ഗോമതിയോട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളെ പാടെ വിധിയായിട്ട് ജീവിച്ചു പോവാ. നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് അവൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? എന്നിട്ടും എന്തിനാടാ ആ കുട്ടിയോട് ഈ ചതി ചെയ്തത് എന്നൊക്കെ അമ്മ പറയുന്നു. അല്ലെങ്കിലും ഏട്ടൻ കാരണം തന്നെയാ എന്റെ മോൻ ഈ ഗതി വന്നത്. ഏട്ടനിപ്പോഴും ഏട്ടന്റെ മോളെ തന്നെയല്ലേ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കൂ. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കാരണാ അലോഹിന് കല്യാണം പോലും ശരിയാവാത്തത്. അതേട്ടനെ അറിയുന്നല്ലേ എന്ന് കരുതി ഞാൻ കല്യാണം അവന് നടത്തി കൊടുത്തില്ലെങ്കിൽ ഇതുപോലെയാണോ ചെയ്യാ? ആ പെൺകുട്ടിയുടെ ഭാവി വെച്ചിട്ടാണോ ഇവൻ കളിക്കുക? സത്യം പറയടാ, നീ പറഞ്ഞിട്ടാണോ ഇവൻ ഈ പണി ചെയ്തത്? ആ കുട്ടിയെ പ്രേമിച്ചത് നീ അറിഞ്ഞുകൊണ്ടാണോ? അയ്യോ ഏട്ടാ, അതൊന്നും എനിക്കറിയില്ല. അത് അവന്റെ ഇഷ്ടത്തിന് അവൻ പ്രേമിച്ചതല്ലേ, അല്ലാതെ ഞാൻ അറിഞ്ഞിട്ടൊന്നുമല്ല. എനിക്കറിയാം നീ അറിഞ്ഞിട്ട് തന്നെയായിരിക്കുമെന്ന്. ഇതറിഞ്ഞപ്പോഴും നിന്റെ മുഖത്തൊരു ഞെട്ടലും ഞാൻ കണ്ടില്ല. അവനെ സപ്പോർട്ട് ചെയ്തിട്ടാ നീ സംസാരിച്ചത്. ഏട്ടനടക്കം അവനെ തല്ലി. അതുപോലെ അവന്മാര് വന്ന് എന്തൊക്കെയാ അവിടെ പറഞ്ഞത്? ആ സമയത്തൊക്കെ ഞാൻ എങ്ങനെയാ എന്റെ മോന്റെ കൂടെ അല്ലാതെ നിൽക്കുക? അതുകൊണ്ടാ ഞാൻ അങ്ങനെ നിന്നത്. അല്ലാതെ ഇവൻ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അറിഞ്ഞിട്ടുമല്ല ഇവൻ എങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും ഇനി നീ ഇത് ആവർത്തിക്കരുത്. മര്യാദയ്ക്ക് നീ ഇനി എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നതാ നല്ലത്. ആ കുട്ടിയെ ആ കുട്ടിയുടെ പാടെ വിധിയായിട്ട് വിടാ. നീ നിന്റെ കാര്യവും നോക്കുക. ഇതും പറഞ്ഞുകൊണ്ട് അനന്തൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാ മുത്തശ്ശി അലോഹിന്റെ അടുത്ത് പറയുന്നുണ്ട്, പെൺകുട്ടികളുടെ ശാപം 7 തലമുറയ്ക്ക് മാറില്ലടാ. ആ കുട്ടിയെ നീ ഇനി വഞ്ചിക്കരുത്. ഇനി ഒരിക്കലും സ്നേഹം നടിച്ച് അവളെ ചതിക്കരുത്. ഇനി അവളുമായിട്ട് നിനക്കൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് നീ സത്യം ചെയ്തതാ. അത് പിന്നെ മുത്തശ്ശി, നീ സത്യം ചെയ്തതാ. എന്റെ തലയിൽ നിന്നും തൊട്ട് സത്യം ചെയ്യണ്ട, നിന്റെ അച്ഛനും തൊട്ട് സത്യം ചെയ്യ്. അച്ഛന്റെ തലയില് കൈവെച്ച് സത്യം ചെയ്യ്, എന്നാലേ എനിക്ക് വിശ്വാസം വരൂ. അങ്ങനെ അച്യുതന്റെ തലയിൽ കൈവച്ച് പറയുന്നുണ്ട്, ഇനി അനുവായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന്. ദേവമംഗലത്താണെങ്കില് ഒരു മരിച്ച വീടിന്റെ പ്രതിനിധിയായിരിക്കും. എല്ലാവരും കരഞ്ഞുകൊണ്ട് ഓരോ സ്ഥലത്തിരിക്കുന്നുണ്ട്.
എന്നാ വീണ്ടും അനു പോയി അച്ഛനോട് സംസാരിക്കാൻ നിൽക്കുക. എന്നാ അത് കേൾക്കാൻ പോലും ബാലൻ നിൽക്കുന്നുണ്ടായിരിക്കില്ല. ഞാനിവിടുന്ന് ഇറങ്ങുക, എനിക്ക് കുറച്ച് സമാധാനം വേണം എന്നും പറഞ്ഞ് ബാലൻ ഇറങ്ങുന്നു. എന്നാ ഗോമതിയും മക്കളൊക്കെ കൂടെ ചെല്ലുന്നുണ്ട്. അച്ഛൻ എങ്ങോട്ടാ പോന്നേ? അച്ഛൻ എങ്ങോട്ടും പോവല്ലേ? അച്ഛൻ ഇവിടുന്ന് പോയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് അനു പറയുന്നുണ്ട്. ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഗോമതി പറയുന്നു, ബാലേട്ടൻ എങ്ങോട്ടാ പോന്നേ? ഇവിടെ നിൽക്ക്. ബാലേട്ടൻ ഇവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ എനിക്കെന്ത് സമാധാനം ഉണ്ടാവുക? ദയവ് ചെയ്ത് എന്നെ അന്വേഷിച്ച് എൻ്റെ പുറകെ ആരും വരണ്ട. എനിക്ക് കുറച്ചു നേരം സമാധാനത്തിലിരിക്കണം എന്നും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോകുന്നു. ഗോമതി പൊട്ടിക്കരയുന്നുണ്ട്. ബാലേട്ടന്റെ മനസ്സ് അത്രയും വേദനിക്കുന്നുണ്ട്. അതുകൊണ്ടാ ബാലേട്ടൻ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയത്. എല്ലാം ഇവൾ ഒറ്റൊരുത്തി കാരണാ. ചേച്ചി സങ്കടപ്പെടാതിരിക്കുക. അളിയൻ കുറച്ചു നേരം കടയിൽ പോയിരിക്കാനായിരിക്കും. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞ് കണ്ടില്ലെങ്കിൽ ഞാൻ പോയിട്ട് വിളിച്ചു വന്നോളാം. ചേച്ചി എന്തായാലും സങ്കടപ്പെടല്ലേ. ബാലൻ നേരം നടന്ന് ഒരു അമ്പലത്തിന്റെ മുൻപിൽ പോയി ഇരിക്കുന്നുണ്ട്. കുറെ നേരം അവിടെ ഇരുന്ന് കരയുന്നു. അവിടെ നിന്ന് വീണ്ടും നടക്കുന്നുണ്ട്. ഒരുപാട് പേര് ഭിക്ഷ എടുത്ത് അവിടെ തന്നെ കിടന്നുറങ്ങുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അവിടെ പോയി ബാലൻ ഇരിക്കുന്നുണ്ട്. എന്നാ ആകാശാണെങ്കില് അച്ഛനെ തിരഞ്ഞിറങ്ങായെന്ന് കരുതി പുറത്തോട്ട് വരുമ്പോ ധർമ്മൻ ചോദിക്കുന്നുണ്ട്, ആകാശേ നീ എങ്ങോട്ടാ പോകുന്നേ? അച്ഛന് പോയി നോക്കട്ടെ, കുറെ നേരമായില്ലേ. എന്നാ ഞാനും വരാം. ആനന്ദും കൂടെ വരാൻ നിൽക്കുന്നുണ്ട്. ആനന്ദിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്ക് അമ്മയുടെ അടുത്ത് എന്നും പറഞ്ഞ് ആര്യനും ആകാശും ധർമ്മനും 3 വണ്ടികളിലായിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഓരോരുത്തര് ഓരോ ഭാഗത്തായിട്ട് തിരയാനായിട്ട് പോകുന്നു. ആദ്യം ധർമ്മം പോകുന്നത് കടയിലോട്ടായിരിക്കും. അവിടെ എത്തുന്ന സമയത്ത് കട അടച്ചിരിക്കുക, ഉള്ളിലൊന്നും ഉണ്ടായിരിക്കില്ല. രാമേട്ടന് വിവരം അറിയിക്കുന്നുണ്ട്. രാമേട്ടൻ ഗോഡൌണിലും ഒക്കെ പോയി അന്വേഷിക്കുന്നു. അവിടെയൊന്നും ഉണ്ടാവില്ല. രാമേട്ടൻ പറയുന്നുണ്ട് ധർമ്മന്റെ അടുത്ത്, ഇത്രയും നാളും സ്വന്തം വീടും വീട്ടുകാരും ഒന്ന് പറഞ്ഞ് ജീവൻ കളഞ്ഞിട്ടാ അവൻ ഓരോന്നും ചെയ്തത്. എന്നിട്ടിപ്പോ അവര് തന്നെ അവന് ഇത്രയും സങ്കടം കൊടുത്തല്ലോ എന്നൊക്കെ രാമേട്ടൻ പറയുന്നു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാമേട്ട, ഞാൻ എന്തായാലും പോയിട്ട് അളിയൻ അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് ധർമ്മൻ പോകുന്നു. ഈ സമയത്ത് ടെൻഷൻ അടിച്ചുകൊണ്ട് ഗോമതി വിളിക്കുന്നുണ്ട് ധർമ്മനെ. ധർമ്മ, ബാലേട്ടനെ കണ്ടോ? ഇല്ല ചേച്ചി, ഞാൻ കടയിൽ പോയി നോക്കി, അവിടെ ഇല്ല. എന്തായാലും കണ്ടു കിട്ടിയാല് ചേച്ചിക്ക് വിളിച്ചു പറയാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ ആര്യൻ അച്ഛനെ കണ്ടെത്തുന്നുണ്ട്. ആ ഭിക്ഷക്കാർക്കിടയില് അച്ഛൻ കിടന്നുറങ്ങുന്നതായിട്ട് ആര്യൻ കാണുന്നു. കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അച്ഛ, ആര്യനെ വിളിക്കുന്നേ, എഴുന്നേക്ക്, അച്ഛൻ എന്തിനെവിടെ കിടക്കുന്നേ? കൂടെയുള്ളവർ പറയുന്നുണ്ട്, പാവം കുറെ കരഞ്ഞ് ഇവിടെ കിടന്നതാ. അല്ല, ഇയാളാരാ? എൻ്റെ അച്ഛനായത്. അങ്ങനെ വീണ്ടും വിളിക്കുന്നുണ്ട്. ബാലൻ കണ്ണു തുറന്നു നോക്കുന്നു. അച്ഛ എഴുന്നേക്ക്, നമുക്ക് പോവാം. എന്തിനെവിടെ വന്ന് കിടക്കുന്നേ? മോനെ ആര്യ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ ഞാൻ വീട് വിട്ട് ഇറങ്ങിയത്. എന്താ അച്ഛനിങ്ങ് വന്നേ. അപ്പോഴേക്കും ആകാശനും ധർമ്മനും വിളിച്ചു പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് അച്ഛനുണ്ടെന്ന്. അവരും അങ്ങോട്ട് വരുന്നു. അളിയൻ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എഴുന്നേക്ക്, നമുക്ക് വീട്ടിലോട്ട് പോവാം. അങ്ങനെ ആകാശും ധർമ്മനും ആര്യനും ചേർന്ന് വണ്ടിയിൽ കയറ്റുന്നുണ്ട്. ആര്യൻ പറയുന്നുണ്ട്, മാമ, ഞാനും ആകാശേട്ടനും അച്ഛനും കൂടെ ഒരു വണ്ടിയിൽ വരാം. മാമൻ ഈ വണ്ടി എടുത്ത് വന്നോ, ഒരു വണ്ടി ഇവിടെ കിടക്കട്ടെ, നമുക്ക് പിന്നെ വന്ന് എടുക്കാം. അങ്ങനെ 2 വണ്ടിയിലായിട്ട് വീട്ടിലോട്ട് പോകുന്നു. ബാലൻ വരുന്നത് കാണുമ്പോ ഗോമതി ഓടി വന്ന് കരയുന്നുണ്ട്. ബാലേട്ട, എങ്ങോട്ടാ പോയത്? ബാലേട്ടൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാല് ഞാൻ എന്ത് ചെയ്യാനാ? ബാലേട്ടനെ പോലെ എനിക്ക് സങ്കടമുണ്ട്. ധർമ്മ, ബാലേട്ടൻ എവിടെയായിരുന്നു? കടയിലുണ്ടായിരുന്നു. എടാ, നീയല്ലേ പറഞ്ഞത് കടയിലുണ്ടായിരുന്നില്ല എന്ന്? അത് ഗോഡൌണിലായിരുന്നു. അവിടെ ഞാൻ ശരിക്കും നോക്കിയില്ല. അവിടെ പോയിരിക്കുകയായിരുന്നു. കുഴപ്പമൊന്നുമില്ല ചേച്ചി എന്തായാലും കരയാതിരിക്കുക. അങ്ങനെ ബാലൻ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. അച്ഛൻ്റെ അവസ്ഥ കണ്ട് അനുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്ക്, തെറ്റു പറ്റിപ്പോയി. എന്താ അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആരെൻ്റെ അടുത്ത് മിണ്ടാതിരുന്നാലും അച്ഛൻ എന്നോട് മിണ്ടാതിരിക്കല്ലേ. ഓ, നിനക്ക് നിന്റെ അച്ഛനോട് ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു അല്ലേടി? എന്നിട്ടല്ലേടി അവന്റെ കൂടെ നീ ഇറങ്ങിപ്പോയത്? ഈ മനുഷ്യനെ ഒന്ന് ഓർത്തോടി ഒരു നിമിഷം നീ. അദ്ദേഹം എന്റെ പുറകെ. അദ്ദേഹോ? ആരാടി നിന്റെ അദ്ദേഹം? അവൻ എന്റെ പുറകെ എപ്പോഴും വന്നിരുന്നു. എന്നിട്ട് എന്നോട് പറയും, നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചാല് കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ തീരും. മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, നിങ്ങൾ എപ്പോഴും സ്നേഹിക്കണം എന്നൊക്കെ. ഇതൊക്കെ കേട്ടപ്പോ ഞാൻ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതാ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആടി, ഇത്രയും നാളായിട്ട് 30 വർഷമായി ഞാനും എൻ്റെ അമ്മയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ
മിത്രയുടെയും ആര്യന്റെയും കല്യാണം കഴിഞ്ഞു. എന്നിട്ട് രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ചോ? ഇത്രയും നാളും ഞാനും ജീവനോടെ ഇരുന്നു, എൻ്റെ അമ്മയും ജീവനോടെ ഇരുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എനിക്ക് അങ്ങനെ ഒരു വിഷമേ ഇല്ല. അപ്പോഴാ അവൻ നിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ഒന്നിച്ചാല് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, രണ്ട് കുടുംബവും തമ്മില് സന്തോഷത്തോടെ മുന്നോട്ട് പോവുമെന്ന്. ആ ചതിയിൽ നീ പെട്ടല്ലോ പെണ്ണെ. അവനെപ്പോലെ ഒരു ഫ്രോഡ് ഈ ലോകത്തുണ്ടായിരിക്കില്ല. നിന്നെ പറ്റിച്ച് അവന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി അവിടെ ഇട്ട് നരകിപ്പിക്കാനാ അവന്റെ പ്ലാൻ. അത് കണ്ട് ഞങ്ങൾ സങ്കടപ്പെടുമല്ലോ. അമ്മേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. ഞാൻ ചെയ്തതെല്ലാം തെറ്റാ. ഇനി നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഈ വീട്ടിൽ നിന്ന് നീ ഇനി പഠിക്കാനാണ് അതാണ് ഇതാണെന്നും പറഞ്ഞ് ഇറങ്ങിയാല് മുട്ടുകാല് ഞാൻ തല്ലി ഒടിക്കും. അമ്മ പറയുന്നത് എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അമ്മ പറയുന്നത് അക്ഷരം വിടാതെ ഞാൻ അനുസരിച്ചോളാം. എന്നാലും അച്ഛൻ എന്നോട് മിണ്ടാതിരിക്കില്ലെന്ന് പറ അമ്മേ. അച്ഛൻ മിണ്ടാതിരിക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോയി കാലിൽ വീണ് മാപ്പ് പറയുന്നുണ്ട്. അതിനിടയിൽ അനു തല കറങ്ങി വീഴുന്നു. അപ്പോഴേക്കും മാമനും ഏട്ടന്മാരൊക്കെ ചേർന്ന് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ബാലന്റെ മനസ്സ് അലയുന്നുണ്ട്. എൻ്റെ മോളെ, ഞാൻ നിന്നെ എങ്ങനെ വളർത്തിയതാ. നിന്നെ എനിക്ക് എത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നതാ. അതൊക്കെ നീ തല്ലിക്കെടുത്തിയില്ലേ? ഈ അച്ഛനെ മറ്റുള്ളവർ മുൻപിൽ നാണം കെടുത്തിയില്ലേ? അച്ഛ, എന്നോട് ക്ഷമിക്ക്. ഇനി ഒരിക്കലും ഒരിക്കലും ഞാൻ അവനുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല. അച്ഛൻ പറയുന്നത് എന്താണോ അത് ഞാൻ അനുസരിക്കും. അച്ഛനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇനി ഞാൻ ഒന്നും ചെയ്യില്ല അച്ഛ. അച്ഛൻ എന്നോട് ക്ഷമിക്ക്. അച്ഛൻ്റെ കാലം ഞാൻ പിടിക്കാം. നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണമെന്ന് മാത്രമേ ഈ അച്ഛൻ ആലോചിച്ചിട്ടുള്ളൂ. നിന്നെ പഠിപ്പിച്ച് നല്ല ജോലി വാങ്ങിച്ചു തരണം. എന്നിട്ട് നല്ലൊരു കുടുംബത്തോട്ട് കല്യാണം കഴിച്ചു വിടണം. എന്നാ എൻ്റെ സ്വപ്നങ്ങളൊക്കെ നീ തകർത്തല്ലോ. അവൻ ആരാണെന്നും അവൻ്റെ സ്വഭാവം എന്താണെന്നും നിനക്കറിയില്ല മോളെ. എന്നിട്ടും ആ ചതിയിൽ നീ പോയി പെട്ടല്ലോ. നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ കാര്യങ്ങളാ അവൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കണ്ടു വളർന്ന കുട്ടിയല്ലേ നീ. എന്നിട്ടും അവൻ്റെ ചതിയിൽ നീ പോയി പെട്ടല്ലോ. ഇപ്പോഴും നിന്റെ മുൻപിൽ കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ വെറും അഭിനയാ. നിന്നെ അവിടെ ഇട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും നീ മനസ്സിലാക്കാതെ പോയല്ലോ മോളെ. അച്ഛ, ഞാൻ അച്ഛൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാ, ഇനി ഒരിക്കലും ഞാൻ അവനുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല. അച്ഛൻ എന്നോട് മിണ്ടാതിരിക്കല്ലേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛ. ഇനി ഒരിക്കലും ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇനി ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല അച്ഛ. അങ്ങനെ ബാലന് സമാധാനമാവുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ബാലൻ അടുക്കളയിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ദേവി അവിടെ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ബാലച്ച, ബാലച്ചന് ചായ വേണോ? ഇപ്പൊ തരാം. വേണ്ട ദേവി, എനിക്ക് ചായയൊന്നും വേണ്ട. നീ കുറച്ചു നേരം അങ്ങോട്ട് പോവോ? എനിക്ക് ഗോമതിയോട് തനിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെ ദേവി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഗോമതിയോട് ബാലൻ പറയുന്നുണ്ട്, അനുവിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനെനിക്ക് നിന്റെ അഭിപ്രായം കൂടെ കേൾക്കണം. ബാലേട്ട, അവളുടെ കാര്യത്തിൽ ബാലേട്ടൻ ഇനി എന്ത് തീരുമാനം എടുത്താലും അതിൽ ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ബാലൻ തീരുമാനമെല്ലാം ഗോമതിയോട് പറയുന്നു. ആ സമയത്ത് ഗോമതി പറയുന്നുണ്ട്, ശരി ബാലേട്ട, ബാലേട്ടൻ എന്ത് വേണേ തീരുമാനിക്ക്. ബാലൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ധർമ്മനെയും കൂട്ടി നേരെ ചെല്ലുന്നത് ബാലന്റെ വകയിലുള്ള ഒരു ചേച്ചിയുടെ വീട്ടിലോട്ടായിരിക്കും. ഇപ്പൊ ആകെ കൂടെ ബന്ധു എന്ന് പറയാൻ ആ ചേച്ചി മാത്രമേ ഉണ്ടായിരിക്കൂ. അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് പോലും ഈ ഇടയ്ക്കാണ് ബാലൻ അറിഞ്ഞത്. അവരാണെങ്കിൽ അനുവിനെ കല്യാണം ആലോചിച്ചിരുന്നു, അവരുടെ മകന്. ആ സമയത്ത് ബാലൻ പറഞ്ഞത്, ഇപ്പോഴൊന്നും അവളെ കല്യാണം കഴിച്ചു വിടില്ല. ഒരു 3-4 വർഷം വരെ അവൾ പഠിച്ച് അവൾക്കൊരു ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടേ അവളെ കല്യാണം കഴിപ്പിക്കുമെന്നൊക്കെയാ. എന്നാ ഈ സാഹചര്യത്തിൽ എത്രയും വേഗം അനുവിന്റെ കല്യാണം നടത്തണമെന്നായിരിക്കും ബാലന്റെ തീരുമാനം. അത് സംസാരിക്കാനാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ എത്തി അവരുമായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. ചേച്ചി പറയുന്നുണ്ട്, എടാ ബാല, എനിക്ക് നിന്നോട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. എന്താ ചേച്ചി? അല്ല, എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു നിന്റെ മകളെ എൻ്റെ മരുമകളാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഗോമതിയോട് പലതവണ സംസാരിച്ചതാ. അവൾ അതിന്നൊക്കെ ഒഴിഞ്ഞു മാറി. നേരിട്ട് വന്ന് നിന്നോട് സംസാരിക്കാന്ന് കരുതിയിട്ടാ ഇദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടത്. അപ്പൊ നീ പറഞ്ഞു അവൾ പഠിക്കുകയാണ്, എന്തായാലും 3-4 വർഷത്തിന് കല്യാണം ഒന്നും ഉണ്ടാവില്ല എന്ന്. ശരിയാ, പഠിപ്പിക്കുകയൊക്കെ വേണം. എന്നാലും എനിക്ക് നീ അത് പറഞ്ഞപ്പോ വലിയ സങ്കടമായി. പോട്ടെ, സാരയില്ല. എന്തായാലും വിധിച്ചല്ലേ കിട്ടൂ. എനിക്കവിടുന്ന് റാഞ്ചി എടുത്ത് കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ. അത് റാഞ്ചി എടുത്ത് കൊണ്ടുവരൊന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ കയ്യിലങ്ങ് ഏൽപ്പിച്ചേക്കാം. ഞാനൊന്ന് ആലോചിച്ചു, ഗോമതിയുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അവൾക്കും സമ്മതാ.
നമുക്ക് ഈ കല്യാണം എത്രയും വേഗം നടത്താം. ഇത് കേട്ട് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. ബാല, നീ പറഞ്ഞത് സത്യമാണോ? സത്യ? അല്ല, നീ എന്റെ മോനെ കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ നിങ്ങൾ ഇനി അടുത്ത ഞായറാഴ്ച അങ്ങോട്ട് വന്നാ മതി. അപ്പോ മോനെ കാണാലോ. എന്നിട്ട് ആലോചിച്ച് നമുക്ക് ഈ കല്യാണം നടത്താം. ഇനി എന്താ ആലോചിക്കാനാടാ? നമുക്ക് ഈ കല്യാണം അങ്ങ് ഉറപ്പിക്കാം. അല്ല, ജാതകം നോക്കണ്ടേ? ചേച്ചി, അതിലൊക്കെ ഇപ്പൊ എന്താ ഇരിക്കുന്നേ? ജാതകം നോക്കിയാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് 100 വട്ടം സമ്മതാ. ബാല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, അനുവിന് സമ്മതമല്ലേ? അവൾക്ക് സമ്മതാ. പിന്നെ നീ പേടിക്കൊന്നും വേണ്ട. അവളെ പഠിപ്പിച്ചോളാം. നീ പറയുന്നത് പോലെ പഠിപ്പിച്ചൊരു ജോലിയാക്കിക്കോളാം. അക്കാര്യത്തിലൊന്നും നീ വിഷമിക്കണ്ട. എന്തായാലും ചേച്ചി അങ്ങോട്ട് വാ. ബാക്കിയെല്ലാം നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം എന്നും പറഞ്ഞ് ബാലൻ ഇറങ്ങുന്നു. ധർമ്മൻ ചോദിക്കുന്നുണ്ട്, അളിയ, ഇങ്ങനൊരു തീരുമാനം എടുത്തേല് അനുവിന് സമ്മതം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ലല്ലോ. അവൾക്ക് സമ്മതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എത്രയും വേഗം അവളുടെ കല്യാണം നടത്തണം. എന്റെ മോളെ ഓർത്ത് എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. എന്നാ ഇന്ന് എന്റെ ഉള്ളില് തീയ അവളെ ഓർക്കുമ്പോ. ധർമ്മ, ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. എത്രയും വേഗം അവളുടെ കല്യാണം നടത്തണം. അതാ എന്റെ തീരുമാനം. അങ്ങനെ ബാലൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ അനുവിന്റെ ഫോൺ അടിക്കുന്നുണ്ടായിരിക്കും. ഇത് കാണുന്ന ഗോമതി പറയുന്നുണ്ട്, എന്താടി, അവൻ വിളിക്കുന്നുണ്ടായിരിക്കും അല്ലേ? നിനക്കടുത്ത് സംസാരിക്കണോ? അമ്മേ, എനിക്ക് സംസാരിക്കണ്ട. അത് കട്ട് ചെയ്തേക്ക്. ഞാൻ ആരോടും സംസാരിക്കുന്നില്ല. ഗോമതി ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ, അവൾ ഇനി കോളേജിലോട്ട് വരുന്നില്ല. ഇനി കോളേജിലോട്ട് എന്താ വരാത്തെ എന്നൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഫോൺ ചെയ്യണ്ട. ശരി എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണാ എല്ലാറ്റിനും കാരണം. ഇത് എറിഞ്ഞു പൊട്ടിക്കുക ചെയ്യേണ്ടത് എന്നൊക്കെ ഗോമതി പറയുന്നു. എന്നാ മീന് ചോദിക്കുന്നുണ്ട്, അമ്മേ, അമ്മ അപ്പോ അവൾ ഇനി കോളേജിലോട്ട് വിടില്ലേ? അവൾ ഇനി കോളേജിലോട്ട് പോകണ്ട. ഇത് ഞാൻ മുന്നേ പറഞ്ഞതല്ലേ. ഇനി അവള് പഠിക്കാനാണെന്നും പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട. അതല്ല, 1 വർഷം കൂടെ കഴിഞ്ഞാല് അവളുടെ ഡിഗ്രി കഴിഞ്ഞില്ലേ? എന്തിനാ വെറുതെ അവളെ പഠിപ്പ് നശിപ്പിക്കുന്നേ? അവളില് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനിയിപ്പോ അതൊന്നുമില്ല. പഠിച്ചതൊക്കെ മതി. കോളേജിലേക്കൊന്നും പറഞ്ഞിട്ടല്ലേ അവൾ ഈ തെമ്മാടിത്തരം കാണിക്കാനായിട്ട് ഇവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് ഇനി പഠിത്തം വേണ്ട. അപ്പച്ചി, ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ അപ്പച്ചിയുടെ കൂടെ നിൽക്കും. പക്ഷേ പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രം അപ്പച്ചി ഇങ്ങനെ പറയല്ലേ. അപ്പച്ചി തന്നെ പറയാറില്ലേ പെൺകുട്ടികൾക്ക് പഠിപ്പും ജോലിയും വേണമെന്ന്? ആ അപ്പച്ചി തന്നെ ഇങ്ങനെ പറഞ്ഞാലോ? നിങ്ങൾ ആരും ഇതിലിടപെടണ്ട. എൻ്റെ മകളുടെ കാര്യം നോക്കാനേ എനിക്കറിയാം. നിങ്ങൾക്കൊരു മക്കളായി കഴിഞ്ഞാല് അവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. എന്നാലേ എൻ്റെ മകളുടെ കാര്യം നോക്കാന് എനിക്കറിയാം. നിങ്ങൾ ആരും അഭിപ്രായം പറയണ്ട. അപ്പോഴേക്കും ബാലൻ വരുന്നുണ്ട്. ബാലനാണെങ്കിൽ എല്ലാവരോടും പറയുന്നുണ്ട്, വന്നേ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇന്നലെ രാത്രി തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇന്നിപ്പോ എത്രയായി സമയം? വന്നേ, എല്ലാവരും വന്നിരിക്കുക, ഭക്ഷണം കഴിക്കുക. മോളെ അനു, നീ ഇങ്ങ് വന്നേ. ഇത് കേൾക്കുന്നതും അനു എഴുന്നേറ്റ് അച്ഛൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. മോളിരിക്കുക. അച്ഛനിരിക്കുക അച്ഛാ, എനിക്കിപ്പോൾ വേണ്ട. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ആ സമയത്ത് കാര്യങ്ങളെല്ലാം ബാലൻ പറയുന്നുണ്ട്. ഞാൻ അനുവിൻ്റെ കല്യാണം തീരുമാനിച്ചു, എൻ്റെ ചേച്ചിയുടെ മോനുമായിട്ട്. അച്ഛൻ എന്തു പറഞ്ഞാലും സമ്മതിക്കുന്നല്ലേ മോള് പറഞ്ഞത്? ഇതിന് മോള് സമ്മതിക്കണം. ഇത് കേട്ട് ഗോമതി പറയുന്നുണ്ട്, എന്തിനാ ബാലേട്ടാ അവളോട് ഇങ്ങനെ കെഞ്ചുന്നേ? അവള് സമ്മതിക്കും. അവള് സമ്മതിച്ചില്ലെങ്കിലേ എനിക്ക് സമ്മതിപ്പിക്കാൻ അറിയാം. ശരിയാ, ഇവളുടെ കല്യാണം എത്രയും വേഗം നടത്തുന്നതാ നല്ലത്. അലോഹ് ഇനി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ആനന്ദ് പറയുന്നു. അങ്ങനെ കല്യാണം തീരുമാനിക്കുന്നുണ്ട്. മീനു പറയുന്നുണ്ട്, അല്ല അച്ഛാ, അപ്പോ അനുവിൻ്റെ പഠിപ്പ് അവര് പഠിപ്പിച്ച് ജോലിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇനിയെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് മതി. ഇനി ഇങ്ങനെ നിർത്തിയാല് ശരിയാവില്ല. അച്ഛാ, അച്ഛനപ്പോ എന്നെ വിശ്വാസമില്ലാത്ത കാരനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അല്ല മോളെ, അവന്റെ സ്വഭാവം നന്നായിട്ട് അറിയുന്നതുകൊണ്ടാ. ഇനി എന്തായാലും മോളുടെ കല്യാണം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഈ കല്യാണത്തിന് മോള് സമ്മതിക്കണമെന്ന് അനുവിൻ്റെ അടുത്ത് ബാലൻ പറയുന്നുണ്ട്. പൊട്ടിക്കറിയുന്നുണ്ട് അനു. എന്നാലും അച്ഛനെ സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതി അനു കല്യാണത്തിന് സമ്മതിക്കുന്നുണ്ട്. അപ്പോ അടുത്ത ഞായറാഴ്ച അവരിങ്ങോട്ട് വരും. അവരിവിടെ വന്ന് കാണട്ടെ. അല്ല, അവര് തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങോട്ട് വരുമ്പോൾ അവർ പരസ്പരം കണ്ടാൽ മതി എന്ന് ഗോമതി പറയുന്നു. നല്ല ജോലിയാ. അല്ല ധർമ്മ, അവരെന്ത് ജോലിയാന്നാ പറഞ്ഞത്? IT. നല്ല ജോലിയും നല്ല ശമ്പളവും ഉണ്ട്. എന്തായാലും ഈ ബന്ധം നല്ലതാണെന്നാ എനിക്ക് തോന്നുന്നേ. അവള് ആ വീട്ടില് സന്തോഷത്തോടു കൂടി ജീവിക്കും. അത് മതി എനിക്ക് എന്നൊക്കെ ഗോമതിയും ബാലനും പറയുന്നു. അങ്ങനെ കല്യാണം തീരുമാനിക്കുന്നുണ്ട്. എന്നാ സുകന്യ പോയി ഈ വിവരമെല്ലാം അലോഹിനോടും അച്യുതനോടും പറയുന്നുണ്ട്. അനുവിന്റെ കല്യാണം മുടക്കാനുള്ള പ്ലാനെല്ലാം അലോഹും അച്യുതനും ചെയ്യുന്നുണ്ടായിരിക്കും.
നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.